നമസ്കാരം. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകളിലൊന്ന് വാട്സപ്പാണ്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വാട്സപ്പ് ഇല്ലാതെ ജീവിക്കാൻ ഇന്ന് നമ്മളിൽ പലർക്കും സാധിക്കില്ല. അതാണ് ഇന്ന് പലരുടെയും അവസ്ഥ. ഇന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾ മുതൽ ബിസിനസ്സിനും തട്ടിപ്പിനുമെല്ലാം വാട്സപ്പ് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ വഴി ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തരുതെന്നാണ് സൗദി സെൻട്രൽ ബാങ്ക് രാജ്യത്തെ പ്രാദേശിക ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പുകളുടെ വിശ്വാസ്യതയെയും സുരക്ഷാ അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് വാട്സപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ വഴി ഉപഭോക്താക്കൾക്ക് സന്ദേശം കൈമാറുന്നതിൽ നിന്ന് ബാങ്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വ്യക്തിഗത ഡേറ്റ സംരക്ഷണ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം ഇൻ-ആപ്പ് ലൈവ് ചാറ്റ് അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് സേവനങ്ങൾ പോലുള്ള സുരക്ഷിതമായ ബദലുകൾ സ്വീകരിക്കാൻ ബാങ്കുകളോട് സൗദി സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇവ ഉപയോഗിച്ച് ബാങ്കുകളുടെ പേരിൽ തട്ടിപ്പുകൾ പെരുകുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഉപഭോക്തൃ അക്കൗണ്ടുകളിൽ നിന്ന് അംഗീകൃതമല്ലാത്ത കിഴിവുകളും ഡിസ്കൗണ്ടുകളും സൗദി സെൻട്രൽ ബാങ്ക് നിരോധിച്ചിട്ടുമുണ്ട്. അതേസമയം ജീവകാരുണ്യ സംഘടനകളെയും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും മറയാക്കി അവരുടെ പേരിൽ സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് ആപ്പുകൾ വഴി സംഭാവനകൾ അഭ്യർത്ഥിക്കുകയും ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന കേസുകളും വർദ്ധിച്ചിട്ടുണ്ട്. വ്യാജരേഖകളും സീലുകളും ഉപയോഗിച്ച് തട്ടിപ്പുകാർ ആളുകളെ വഞ്ചിക്കുകയും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്ത് അവ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി ഫീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കേസുകളും കൂടി വരുന്നു. നമ്മുടെ നാട്ടിലും വാട്സപ്പിലൂടെ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പ് നടത്തുന്ന കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വാട്സപ്പ് മുന്നിലാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ടെലഗ്രാമിനും ഇൻസ്റ്റഗ്രാമിനും ഒപ്പം വാട്സപ്പും ഓൺലൈൻ തട്ടിപ്പുകാരുടെ പ്രിയപ്പെട്ട ഇടമാണെന്നും പറയുന്നു. 2024 ആദ്യ 3 മാസങ്ങളിൽ വാട്സപ്പ് വഴിയുള്ള സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകെ 43,797 പരാതികളും, ടെലിഗ്രാമിനെതിരെ 22,680 പരാതികളും, ഇൻസ്റ്റഗ്രാമിനെതിരെ 19,800 പരാതികളുമാണ് ലഭിച്ചത്. സൈബർ തട്ടിപ്പുകാർ ഇത്തരം തട്ടിപ്പുകൾ ആരംഭിക്കുന്നതിന് ഗൂഗിൾ സേവന പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങൾക്ക് ഗൂഗിളിന്റെ പരസ്യ പ്ലാറ്റ്ഫോം സൗകര്യം നൽകുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഗൂഗിളുമായും ഫേസ്ബുക്കുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഡിജിറ്റൽ വായ്പ ആപ്പുകളും അതിന്റെ പ്രവർത്തനങ്ങളും കണ്ടെത്തുന്നതിനും തട്ടിപ്പുകാർ ഗൂഗിളിന്റെ ഫയർബേസ് ഡൊമൈനുകൾ ദുരുപയോഗം ചെയ്യുന്നതും പോലെയുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങളും സിഗ്നലുമൊക്കെ കൈമാറുന്നതിനു വേണ്ടിയാണ് ഈ സഹകരണം. ഇന്ത്യയിൽ നിയമവിരുദ്ധമായി വായ്പ നൽകുന്ന ആപ്പുകൾ തുടങ്ങുന്നതിന് സൈബർ കുറ്റവാളികൾ സ്പോൺസർ ചെയ്ത ഫേസ്ബുക്ക് പരസ്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ലിങ്കുകൾ മുൻകൂട്ടി തിരിച്ചറിയുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ നാട്ടിലും മറുനാട്ടിലും തട്ടിപ്പിനും വെട്ടിപ്പിനും ഒന്നും ഒരു കുറവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.